പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ മന്ത്രി ഒ.ജെ. ജനീഷിന് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. പുതിയ KPCC അധ്യക്ഷനോടൊപ്പം യൂത്ത് കോൺഗ്രസിന് പുതിയ അധ്യക്ഷൻ ഉണ്ടാകില്ല. ശരത് ലാൽ വിവരങ്ങളുമായി ചേരുന്നു. ശരത് ലാൽ, ഇപ്പോ UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കോൺഗ്രസിൽ നേരിടുന്ന വലിയ പ്രതിസന്ധി, അതിൽ ഒന്ന് KPCCക്ക് ഒരു മുഴുവൻ സമയ അധ്യക്ഷൻ ഇല്ലാത്തതും യൂത്ത് കോൺഗ്രസിന് ഒരു മുഴുവൻ സമയ അധ്യക്ഷൻ ഇല്ലാത്തതുമാണ്. കാരണം നിലവിലെ 2 അധ്യക്ഷന്മാരും ഈ മന്ത്രിസഭയിൽ മന്ത്രിമാരാണ്. ഇതിൽ KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ ഉടൻ ഒരു തീരുമാനം ഉണ്ടാകുമെന്നറിയുമ്പോഴും യൂത്ത് കോൺഗ്രസ് ഇനിയും കാത്തിരിക്കണം, അല്ലേ? അതെ ശ്രീലക്ഷ്മി, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മന്ത്രി ഒ.ജെ. ജിനേഷ് തുടരുമെന്ന് തന്നെയാണ് ദേശീയ നേതൃത്വം വ്യക്തമാക്കിയത്. കാരണം ഇതുവരെ യൂത്ത് കോൺഗ്രസിന് സ്വന്തമായ ഒരു ആസ്ഥാന മന്ദിരം കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ ആസ്ഥാന മന്ദിരം പണിയുന്നവരെ തനിക്ക് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാണ് ദേശീയ നേതൃത്വം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ആസ്ഥാന മന്ദിരം തുടരുന്നവരെ പണിയുന്നവരെ സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി നിലവിലുള്ള സംസ്ഥാന മന്ത്രിസ്ഥാനത്തോടൊപ്പം തന്നെ ഒ.ജെ. ജിനേഷ് തുടരുമെന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നവർ. അതുകൊണ്ട് തന്നെ പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുമ്പോൾ പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഉണ്ടാകും എന്ന നേരത്തെയുള്ള വാർത്തകൾ പാടെ ദേശീയ നേതൃത്വം നിഷേധിക്കുകയാണ്. കാരണം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് വർക്കിംഗ് പ്രസിഡന്റ്, അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് മന്ത്രിയായതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല. മറിച്ച് പുതിയ ഒരു ടീമാണ് യൂത്ത് കോൺഗ്രസിന്. ആ ടീം മുന്നോട്ട് പോകുന്നത് വളരെ പുരോഗമനപരമായിട്ടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ടീമും നടത്തിയ സംഭാവന വളരെ വലുതാണ്. കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിന് സമരരംഗത്തായാലും ശരി, അല്ലെങ്കിൽ പ്രചരണ രംഗത്തായാലും ശരി. അതുകൊണ്ട് തന്നെ നിലവിലുള്ള യൂത്ത് കോൺഗ്രസ് ടീം സെറ്റായ ടീമാണ്. അതുകൊണ്ട് തന്നെ ഡിസംബർ വരെ അല്ലെ അതിനു മുമ്പേ മാർച്ച് വരെയെങ്കിലും യൂത്ത് കോൺഗ്രസ് പുതിയ അധ്യക്ഷൻ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് ദേശീയ മന്ദിരം പണിയാനാണ്, ആസ്ഥാന മന്ദിരം പണിയാനാണ് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പണിയാനുള്ള സമയം വരെ, അത് പണി പൂർത്തിയാക്കി താക്കോൽ കൈമാറുന്നവരെ ഒ.ജെ. ജിനേഷ് തുടരും എന്ന് തന്നെയാണ് ഒ.ജെ. ജിനേഷ് അടുപ്പമുള്ള വ്യക്തങ്ങളും പറയുന്നത്. അത്തരമൊരു നിർദ്ദേശമാണ് ഒ.ജെ. ജിനേഷിന് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ KPCC അധ്യക്ഷൻ വന്നാലും യൂത്ത് കോൺഗ്രസിൽ പഴയ അധ്യക്ഷൻ തന്നെ തുടരുമെന്ന കാര്യത്തിൽ തീർപ്പായിട്ടുണ്ട്. സേതുലക്ഷ്മി. ഓക്കെ ശരത്ത്.